യെസ്, എന്തായാലും ധവളപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. കിഫ്ബിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവാദ വിഷയം. ഇതിൽ കിഫ്ബിയുടെ പദ്ധതി വിതരണം, അതിലെ രാഷ്ട്രീയ ചായ്വ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ പദ്ധതി ചെലവഴിച്ചത്. 20% തുകയും കണ്ണൂർക്ക് ചെലവഴിച്ചിരിക്കുന്നു. എറണാകുളം, തിരുവനന്തപുരത്ത് 17%, എറണാകുളത്ത് 15%. അതായത് ഈ 3 ജില്ലകളിൽ മൊത്തം കിഫ്ബി ഫണ്ടിന്റെ പകുതിയോളം തുക ചെലവഴിച്ചിരിക്കുന്നു എന്നാണ് ഈ ധവളപത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്. കിഫ്ബിയുടെ ഘടന തന്നെ മാറ്റണം എന്നുള്ളതാണ് ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്ന്. കിഫ്ബിയെ സംബന്ധിച്ച് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ധവളപത്രത്തിൽ പറയുന്നത്? സൈഫ്, കിഫ്ബി രൂപത്തിൽ തുടരണമെന്ന ചോദ്യമാണ് ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ആ ഭാഗത്ത് KM ചന്ദ്രശേഖർ അധ്യക്ഷനായ സമിതി മുന്നോട്ട് വെക്കുന്നത്. നിലവിലുള്ള ബാധ്യതകൾ നിറവേറ്റുക, സ്ഥാപനത്തിന്റെ പ്രൊഫഷണൽ ശേഷി നിലനിർത്തുക, നിയമപരമായ മാറ്റങ്ങൾ വരുത്തുക, ഇതാണ് ശുപാർശയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ VD സതീശൻ അതിനകത്ത് ഡയറക്ടർ ബോർഡ് യോഗം ചേർന്നപ്പോഴും സർക്കാർ ഇങ്ങനെ കിഫ്ബിയെ കൊണ്ടുപോകാൻ വേണ്ടി ആലോചിക്കുന്നില്ല എന്ന് ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പദ്ധതി നിർവഹണത്തിലടക്കം മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിനകത്ത് മാറ്റങ്ങൾ എന്തായിരിക്കുമെന്ന സൂചന ഇതിനകത്ത് തന്നെയുണ്ട്, ഈ ശുപാർശയിൽ തന്നെയുണ്ട്. സ്ഥാപനത്തിന്റെ പ്രൊഫഷണൽ ശേഷി നിലനിർത്തുക എന്നുള്ളതാണ് ഒന്ന്. 2, നിലവിലുള്ള ബാധ്യതകൾ നിറവേറ്റുക. നിലവിലുള്ള ബാധ്യതകൾ നിറവേറ്റുക എന്ന് പറഞ്ഞാൽ കിഫ്ബിയിൽ നിന്ന് പണം കണ്ടെത്തിക്കൊണ്ട് തന്നെ നിറവേറ്റുക എന്നുള്ളതാണോ ഇനി അവരാലോചിക്കുന്നത്? കാരണം ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത് കിഫ്ബി വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതികളിലേക്ക് മാറണം എന്നുള്ളതാണ്. അങ്ങനെ വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതികളിലേക്ക് മാറി ഈ ബാധ്യത നിറവേറ്റുക എന്നുള്ളതാണോ ലക്ഷ്യം വെക്കുന്നത് എന്ന് അവർ തീരുമാനമെടുത്താൽ മാത്രമേ നമുക്കൊരു വ്യക്തമായ ചിത്രം പുറത്തു വരൂ. നിയമപരമായ മാറ്റങ്ങൾ അതിനകത്ത് കൊണ്ടുവരണം. നിയമപരമായ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ്? ഉദ്യോഗസ്ഥർ വെട്ടിക്കുറക്കാൻ വേണ്ടി എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. ഏതാണ്ട് 50-ലധികം ഉദ്യോഗസ്ഥർ 1 ലക്ഷം രൂപയിൽ വേറെ ശമ്പളം മേടിക്കുന്ന ആൾക്കാരാണ് കിഫ്ബിയിലുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കിഫ്ബിയിലും കിഫ്കോൺ അതിന്റെ ഒരു കൺസൾട്ടൻസി ഏജൻസിയാണ്. കഴിഞ്ഞ സർക്കാർ മന്ത്രിസഭ അംഗീകാരം നൽകിയ കൺസൾട്ടൻസി ഏജൻസിയാണ് കിഫ്കോൺ എന്ന് പറയുന്നത്. കിഫ്ബിയിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വരുമാനം കിട്ടുന്ന പണം അത് അധിക ദൂരത്തായിട്ട് അവിടെ ചെലവഴിക്കുന്നു എന്നുള്ള പരാതി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ അവർ മുന്നോട്ട് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു പൊളിച്ചെഴുത്ത് എന്തായാലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടാതെ സമാഹരിക്കപ്പെടുന്ന ചെലവുകളും കടബാധ്യതകളും സുതാര്യമായും ഉത്തരവാദിത്തത്തോടുകൂടിയും കൈകാര്യം ചെയ്യണം എന്നുള്ള ശുപാർശയുണ്ട്. അന്നേരം ഇതുവരെ സുതാര്യമായിട്ടല്ലേ അത് കൈകാര്യം ചെയ്തതെന്ന സംശയം അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അതിനോട് എങ്ങനെയായിരിക്കും ഇടതുമുന്നണി പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. പിന്നീടുള്ളത്, നേരത്തെ നമ്മൾ പറഞ്ഞൊരു വാചകവും ഇപ്പോഴത്തെ കണക്കും വെച്ച് നോക്കണം അജിംസ്. കാരണം ഈ വികസന പദ്ധതികളെക്കാൾ മുൻഗണന രാഷ്ട്രീയ കാര്യങ്ങൾക്കായിരുന്നു കിഫ്ബി പദ്ധതികൾക്ക് ഉണ്ടായിരുന്നത് എന്ന് KM ചന്ദ്രശേഖർ അധ്യക്ഷനായ സമിതിയുടെ ഈ കണ്ടെത്തലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ചില കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. കാരണം പദ്ധതികളുടെ വിതരണത്തിൽ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ വിതരണം നടന്നിട്ടുള്ളത്. ഇടതുമുന്നണിയുടെ കോട്ട, CPM-ന്റെ കേന്ദ്രമായി അറിയപ്പെടുന്ന സ്ഥലം. അവിടെ 20% പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 17% പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. എറണാകുളത്ത് അങ്ങനെ ശക്തമായ കേന്ദ്രമല്ല എങ്കിൽ പോലും 11% അവിടെ ചെലവാക്കിയിട്ടുണ്ട്. ആകെ ഫണ്ടിന്റെ പകുതിയോളം ഈ ജില്ലകളാണ് കൈപ്പറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കണ്ടെത്തലായി നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. അതാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട കാര്യം. എന്തായാലും കിഫ്ബിയിൽ ഒരു പൊളിച്ചെഴുത്തുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഈ 19-ാം തീയതി ബജറ്റാണ്. ബജറ്റിന് മുമ്പ് ഒരു പൊളിച്ചെഴുത്ത് അതിനകത്ത് നടപ്പാക്കും. അതിനുശേഷം ബജറ്റിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട വലിയ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ സർക്കാർ കിഫ്ബിയിൽ ആദ്യ സർക്കാരാണെങ്കിൽ കിഫ്ബിയിൽ ഊന്നിക്കൊണ്ട് മാത്രമായിരുന്നു പദ്ധതികൾ പ്രഖ്യാപിച്ചതെങ്കിൽ കഴിഞ്ഞ സർക്കാർ അങ്ങനെ ആയിരുന്നില്ല. കുറച്ച് പദ്ധതികൾ പ്രഖ്യാപിച്ചു. പക്ഷേ VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിലേക്ക് വരുമ്പോൾ അത് അങ്ങനെയും ആവാൻ സാധ്യതയില്ല. ബജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് കിഫ്ബി എന്ന സംവിധാനം നിലനിർത്തിക്കൊണ്ടു പോകാൻ വേണ്ടി ചില പദ്ധതികൾ പ്രഖ്യാപിക്കും. അത് ബജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കും. വരുമാനമുണ്ടാക്കുന്ന പദ്ധതികളിലേക്ക് കിഫ്ബി മാറുമോ എന്നും ബജറ്റിലൂടെ അറിയാൻ കഴിയാം.